എല്ലാവർക്കും നമസ്കാരം. മിൽമയുടെ ലാബ് അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ സൂപ്പർവൈസർ, പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഇതിന്റെ മൂന്നിന്റെയും ക്ലാസ് മാസ്റ്റർ കീ അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ലാബ് അസിസ്റ്റന്റ് ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ്. ഈ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമി ലേണിംഗ് ആപ്പ് വഴിയാണ് ക്ലാസ് വരുന്നത്. അത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കിൽ പഠിക്കാൻ തന്ന ടോപ്പിക് ഇതാണ്. ജെൽ കെമിസ്ട്രിയിലെ അറ്റോമിക് സ്ട്രക്ചറിലെ പാർട്ട് 1 to 3, പാർട്ട് 1, 2, 3, 3. അപ്പൊ നമുക്ക് ഓരോ ആഴ്ചയിലും പഠിക്കാൻ ടോപ്പിക്ക് നൽകും. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്, വീക്കിലി സ്റ്റഡി പ്ലാൻ ആണ്. എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ആകും. ഈ പല കുട്ടികൾക്കും ചിന്തിക്കുന്ന കാര്യമുണ്ട്, സാറേ നിങ്ങളുടെ വലിയ ഫീസൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ പഠിച്ചോളാം. നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ഒരാളെ നിർബന്ധിക്കാറില്ല. നിങ്ങൾക്കാണ് ബോധ്യം വരേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ സപ്പോർട്ട് വേണമെന്ന്. കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ 3ാം റാങ്ക് കിട്ടിയ കുട്ടിയെയും 4ാം റാങ്ക് കിട്ടിയ കുട്ടിയെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, സാറേ വൈഡ് സിലബസ് ആണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ച തീരത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനം ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ഗുണം ഉണ്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ ജോയിൻ പഠിച്ചാൽ. ഇവിടെ ലാബസിന്റെ കേസിൽ നമുക്കറിയാം, കെമിസ്ട്രി പഠിക്കണം, മൈക്രോബയോളജി പഠിക്കണം, മിൽക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം, പിന്നെ നമ്മുടെ മിൽമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അതേകൊണ്ട് പറയട്ടെ, ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു കോച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കീക്ക് ജോയിൻ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അതാണ് പ്രത്യേകത. ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് നോക്കി, ജെൽ കെമിസ്ട്രി എടുത്തു, അറ്റോമിക് സ്ട്രക്ചർ എന്ന ടോപ്പിക് ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സിലബസ് എന്ത് ചെയ്തു, അറ്റോമിക് സ്ട്രക്ചർ എന്ന ടോപ്പിക്ക് തന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആഴ്ച ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, ഞായറാഴ്ച എക്സാം ഉണ്ട്, എക്സാം എഴുതുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സിലബസ് 100% കംപ്ലീറ്റ് ആകും. മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ കാണുന്നതിനൊപ്പം ഷോർട്ട് നോട്ട് തയ്യാറാക്കണം. കാര്യം എപ്പോഴും വീഡിയോ കാണാൻ പറ്റത്തില്ല നമുക്ക്. ഓരോ വീഡിയോ കാണുന്നു, ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നു, നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആണ്, അത് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ഒരു എക്സാം മാക്സിമം തവണ ചെയ്യാം. നമ്മുടെ പ്രത്യേകത ഏതാ, ഒരു എക്സാം ഒരു തവണ മാത്രമല്ല, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം തവണ ചെയ്യുന്നു, ക്വസ്റ്റ്യനുമായിട്ട് ഫെമിലിയർ ആകുന്നു. ഇതേ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങൾ വിജയിക്കാനും ആകും. അപ്പൊ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്